എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് പക്കാവടയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് ആവശ്യമുണ്ടെങ്കിൽ 3 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കുഴച്ചെടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇത് പക്കാവടയുടെ ചില്ലാണ്. ഇതിലല്പം എണ്ണ പുരട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടിയപ്പം പ്രസ്സിൻ്റെ ഉള്ളിലും അല്പം എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. പക്കാവടയുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇടിയപ്പം പ്രസ്സിലേക്ക് മാറ്റാം. ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ മാവും ഞാനിവിടെ ഈ ഇടിയപ്പം പ്രസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച ശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഈ പക്കാവടയുടെ മിക്സ് ചേർത്ത് 2 വശവും ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്യേണ്ടത്. തീ കൂടുതലാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിടാം. 2 വശവും നല്ലതുപോലെ ക്രിസ്പി ആകുമ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഇത് മാറ്റാം. ബാക്കിയുള്ള പക്കാവടയുടെ മിക്സ് ഇതുപോലെ ഓരോ ബാച്ചായി ചേർത്ത് 2 വശവും ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കാം. അവസാനമായി ഈ ചൂടായ എണ്ണയിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത കറിവേപ്പില നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പക്കാവടയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ റെസിപ്പികളുടെയും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.